നമസ്കാരം. എല്ലാവർക്കും ടി വി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ എല്ലാ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവർക്കും ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ മൊബൈലിനകത്തുള്ള സിം കാർഡ് എന്ന് പറയുന്നത്. ഈ സിം കാർഡ് നമുക്ക് ചിലപ്പം മിക്ക മൊബൈലിലും ഈ രണ്ട് ഡ്യുവൽ സിം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് സിം കാർഡെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു ഉപയോക്താവിൻ്റെ പേരിൽ കാണാൻ സാധ്യതയുണ്ട്. ചിലവരൊക്കെ ഒരു സിം മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഒരാളുടെ പേരിൽ എത്ര സിമ്മുകൾ ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പേരുള്ള സിം നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നമുക്ക് എടുത്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മുടെ പേരുള്ള സിം അവർ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ചിലപ്പം ആ സിം തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ വേറൊരു സിം എടുക്കും, കൂടുതൽ ഓഫർ തരുന്ന സിം എടുക്കും. പണ്ടൊക്കെ ഒരു ഈ കുറേ കമ്പനികളൊക്കെ സർവീസ് പ്രൊവൈഡർമായിട്ട് പല കമ്പനികളുണ്ടായിരുന്നു. യൂണിക്കോൺ എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ടാറ്റയുടെ ഡോകോമോ വരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ VI എന്ന് പറയുന്നത് വോഡഫോൺ ഐഡിയ, രണ്ട് കമ്പനിയായിരുന്നു. പിന്നെ എയർടെലിൻ്റെ സിമ്മ്, റിലയൻസിൻ്റെ സിമ്മുകളുണ്ടായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ജിയോ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സർവീസ് പ്രൊവൈഡർമാർ, മികച്ച സർവീസ് നൽകുന്നവരെ നമ്മൾ അങ്ങോട്ട് പോയി ആ സർവീസ് പ്രൊവൈഡർമാരിൽ നിന്ന് നമ്മൾ സിമ്മ് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് എത്ര നമ്പർ പോലും ഉണ്ടായിരുന്നു. ചിലപ്പം ഓരോ ആഴ്ചയിലും ഓരോ സിമ്മ് വാങ്ങിക്കുന്ന സ്ഥിതിവിശേഷം. പലരും ഫ്രീ സിം എടുക്കുന്ന അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ പല സർവീസ് പ്രൊവൈഡർമാരുണ്ട്. ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിലെ സർവീസ് പ്രൊവൈഡർമാർ എന്നൊരു ഏകദേശം ഒരു മൊണോപ്പൊളി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രം. അതായത് വോഡഫോണും ഐഡിയയും ചേർന്നുള്ള VI, എയർടെൽ, ഇപ്പം റിലയൻസിൻ്റെ ജിയോ, ഇങ്ങനെ മൂന്ന് കമ്പനി. പിന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള BSNL, ഇങ്ങനെ 4 സർവീസ് പ്രൊവൈഡർമാരെ നമ്മുടെ നാട്ടിലുള്ളൂ. ഇപ്പം ഇത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സിമ്മിൻ്റെ നേരത്തെ ഒരുപാട് സിം, കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ വളരെ കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞു. മികച്ചൊരു റീചാർജ് പ്ലാൻ തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് സിം മാത്രമേ. അപ്പം സിം കമ്പനിക്ക് സർവീസ് പ്രൊവൈഡർമാർ സേവനദാതാക്കൾ അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു എത്ര സിമ്മ് കയ്യിൽ കരുതാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ എത്ര സിമ്മ് വാങ്ങിക്കാം, ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ എത്ര സിമ്മുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും സംശയമാണ്. ഇപ്പോൾ കണക്ക് പ്രകാരം 9 സിമ്മേ നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിക്ക്, അതായത് ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചു കേട്ടോ, കേരളത്തിലെ ആൾ കണക്ക് വെച്ച് 9 സിമ്മേ വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് 9 സിമ്മ്, 10ാമത്തെ സിമ്മ് വന്നു കഴിഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പ്രധാനപ്പെട്ട ഈ ലൈവിൽ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 9 സിമ്മാണ് ഒരു ഉപയോക്താവിന് വാങ്ങിക്കാൻ സാധിക്കുക. ജമ്മു കാശ്മീർ, ആസാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള സർക്കിളിൽ 6 സിമ്മേ ഉപയോഗിക്കാൻ സാധിക്കും. 6 സിമ്മ് ഒരു ഉപയോക്താവിൻ്റെ പേരിൽ വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ 9, 6 മറക്കണ്ട. കാരണം അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് 9 സിമ്മ് ഉണ്ട്. 9 സിമ്മിന് ശേഷം വീണ്ടും 10ാമതായ സിമ്മ് വന്നു കഴിഞ്ഞാൽ അത് എന്താകും സ്ഥിതി, അല്ലെങ്കിൽ അതിന് എങ്ങനെ അറിയാൻ പറ്റും. ഇപ്പം ഞാനൊരു VIയിൽ ഒരു സിം എടുക്കുന്നു, പിന്നെ ഇപ്പോൾ ജിയോയിൽ ഒരു സിം എടുക്കുന്നു, പിന്നെ BSNL സിം എടുക്കുന്നു, എയർടെൽ സിം എടുക്കുന്നു, വീണ്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇല്ല, അതിനുവേണ്ടി കേന്ദ്രം പുതിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സജ്ജീകരണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനൊരു ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതിൽ പ്രകാരം ഈ ഡേറ്റ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർമാർക്ക് ലഭിക്കും. അതായത് ഒരു വ്യക്തിക്ക് 9-ലധികം, അതൊരു വ്യക്തി വന്ന് 10ാമത്തെ സിം എടുക്കുവാണെങ്കിൽ അത് അവർക്ക് ലഭിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കാർഡുള്ള വ്യക്തിയുടെ പുതിയ സിം കാർഡ് ലഭിക്കുന്നതല്ല. കാരണം അവർക്ക് ഓൾറെഡി ഉള്ള സിം അതുപോലെ തന്നെ നിലനിൽക്കും. എന്നാൽ 10ാമത്, ഞാനിപ്പോൾ 9 സിം ഉണ്ട്, 10ാമത് ഞാൻ സിം എടുത്തു കഴിഞ്ഞാൽ ആ സിമ്മിൻ്റെ സർവീസ് അവർക്ക് ലഭിക്കത്തില്ല. അത് ഉടനെ തന്നെ അത് ബ്ലോക്ക് ആക്കാനുള്ള നിർദ്ദേശം, മാനദണ്ഡവും ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ ടെലികോം കമ്പനികൾക്ക് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ എത്ര പേർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ സിം സ്വന്തമാക്കുന്നതിനെ കണ്ടെത്താൻ നിലവിൽ ടെലികോം കമ്പനിക്ക് യാതൊരു മാർഗവുമില്ല. എന്നാൽ ഇനി 9 സിമ്മുകൾ ഉള്ളവരുടെ വിവരങ്ങളും അവരുടെ മറ്റ് രേഖകളും, അത് മുഖം അടക്കമുള്ള എല്ലാ രേഖകളും DIP, ഞാൻ പറഞ്ഞില്ലേ, ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ DIPയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനാൽ ഈ ഡാറ്റ ഉപയോഗിച്ച് ടെലികോം കമ്പനികൾക്ക്, അതായത് സേവനദാതാക്കൾക്ക് ഒരാൾ അനധികൃതമായിട്ട്, അതായത് 9-ലധികം സിമ്മ് സ്വന്തമാക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പം ആ സാധിക്കും ഉടനെ തന്നെ അത് 10ാമത്തെ സിം വാങ്ങിച്ച് ഉടനെ അധികം തന്നെ അത് നിർത്തലാക്കും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും. ഓഗസ്റ്റ് 23 മുതൽ, അതായത്
ഈ ഈ പറയുന്ന തിങ്കളാഴ്ച മുതൽ ഈ സംവിധാനം തിങ്കളാഴ്ച ഞായറാഴ്ച മുതൽ ഈ സംവിധാനം വരികയാണ്. അപ്പോൾ 10ാമത്തെ സിം അല്ലെങ്കിൽ 9 കൂടുതൽ സിം അതിലുണ്ടെങ്കിൽ ആ ശേഷം വരുന്ന ആ നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന സിം ബ്ലോക്ക് ആക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ മുഖം സർക്കാരിന്റെ ഡിജിറ്റൽ ഏഞ്ചൽ പ്ലാറ്റ്ഫോമിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. അയാൾ 10ാമത്തെ സിം എടുക്കാൻ ശ്രമിച്ച DIP പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഡാറ്റ അടിസ്ഥാനമാക്കി അയാൾക്ക് ലഭിക്കുന്ന പുതിയ സിം കട്ടാകും. രാജ്യത്തെ വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയാണ് സിം പരിധി നിയമം കർശനമാക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ടമായി ഇനി ഇത് തീരുന്നില്ല. അടുത്ത ഘട്ടമായി കാർഡുകൾ നൽകുന്ന സമയത്ത് തന്നെ ഉപയോക്താവിന് സിം പരിധി കഴിഞ്ഞോ എന്ന് പരിശോധിച്ച് സിം നിഷേധിക്കുന്ന സംവിധാനം കൊണ്ടുവരാൻ ടെലികോം ദാതാക്കൾക്ക് DOT അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ പേരിൽ 9 സിം ഉണ്ട്. ഈ 9 സിം വെച്ച് ഞാൻ 10ാമത്തെ സിം എടുക്കാൻ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ഞാൻ ഈ സിം എടുക്കാൻ ചെല്ലുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ പേരിൽ ഓൾറെഡി മറ്റ് സേവനദാതാക്കൾ ഉൾപ്പെടെ 9 സിമ്മുണ്ട്. അപ്പോൾ അത് അറിയാൻ സാധിക്കും. അതിന് അപ്പം തന്നെ സിം എടുക്കാനുള്ള എൻ്റെ അവകാശം അവിടെ നിഷേധിക്കപ്പെടും. അവകാശമല്ല, അതൊരു 9 സിം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഈ സംവിധാനം നവംബർ 30 ഈ വർഷം നവംബർ 30 നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. സ്വന്തം പേരിൽ എത്ര സിം കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാനും അജ്ഞാതമായ നമ്പറുകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാനും ടെലികോം ഉപയോക്താക്കൾക്ക് നിലവിൽ അവസരമുണ്ട്. അതിനായി സർക്കാരിന്റെ സഞ്ചാർ സാഥി പോർട്ടൽ ഉപയോഗിക്കാവുന്നതാണ്. സഞ്ചാർ സാഥി പോർട്ടലിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ രീതിയിൽ ചർച്ചയാവാൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ സഞ്ചാർ സാഥി പോർട്ടൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ എത്ര സിം രജിസ്റ്റർ ഉണ്ടെന്ന് കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത ലഭിക്കും. കാരണം നിങ്ങൾ ഇനിയും പോയിട്ട് നിങ്ങളുടെ പേരിൽ സുഹൃത്തുക്കൾ സിം എടുത്തിട്ടുണ്ട്, കുടുംബാംഗങ്ങൾ സിം എടുത്തപ്പോൾ നമ്മൾ മറന്നു പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നിങ്ങളൊരു 10ാമത് സിം എടുക്കാൻ പോവുകയാണ്, അറിയുന്നില്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന എൻ്റെ പേരിൽ ഒരു 3-4 സിമ്മേ ഉള്ളൂ, 2 സിമ്മേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി 10 പേര് അല്ല 9 പേര് സിമ്മുകൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിയണം. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതിന് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ സഞ്ചാർ സാഥി ആപ്പ് ഉണ്ട്, അത് കയറി പരിശോധിക്കാം. ഇതിപ്പോൾ കൂടുതലും അതായത് ഈ പല മേഖലയിൽ ഇപ്പോൾ ആധാർ രേഖകളിലൊക്കെ ചോർന്നു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. കാരണം നിരവധി പേരുടെ പേരിൽ മറ്റുള്ള സിം എടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കർശനമായ നിയന്ത്രണമാണോ അല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.